ഒരു സാധുവായ ഒരു മനുഷ്യൻ, നിത്യവൃത്തിക്ക് അസ്ഥിയില്ലാത്തൊരു മനുഷ്യൻ. അവൻ ലോകത്തിലേക്ക് അവന്റെ കണ്ണുകൾ അവന് നീട്ടി, അവന്റെ കരങ്ങൾ നീട്ടി. അവന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് അവന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ? കാരണം നമ്മുടെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലെല്ലാം ഉണ്ട്. അവൻ മതിപോരാതവണ്ണം നൽകിത്തരുന്ന ദൈവമാണെന്ന് അവനെപ്പോഴോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ, അസാര മനുഷ്യൻ, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ദാരിദ്ര്യം ഒന്ന് മാറ്റി, എന്റെ പ്രയാസം ഒന്ന് മാറ്റി. കണ്ണീരോടെ അവന് നിലവിളിക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു രാത്രിയിലും ഉറക്കത്തിൽ ദൈവനോട് സംസാരിക്കുക, നീ വാസ്തവമായിട്ടാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത്? നീ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്താൽ നിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കിട്ടുമല്ലോ. അവരോട് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് നീ ചെല്ലും, എന്നിട്ട് അവിടെ നിന്റെ കയ്യിൽ ഒരു അമ്പും വില്ലും ഉണ്ടായിരിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ അമ്പും വില്ലും വില്ല് കുലച്ച് നീ അമ്പ് തൊടുത്തു വിടണം. എന്നിട്ട് അത് വീഴുന്നിടത്ത് നിനക്ക് ആവശ്യമായി ജീവിക്കുവാനുള്ള നിധി അവിടെ ഉണ്ട് എന്ന് അവനോട് പറയുവാനിടയായി. അപ്പൊ അവനോട് ഒരു കാര്യം കൂടെ പറയും, എന്നാൽ ഞാൻ നിന്റെ സമീപത്തുണ്ട്. സ്വതന്ത്രം ഏതായാലും കൊള്ളാം. അവര് ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അവനോട് പറഞ്ഞിരുന്നു, കിഴക്കോട്ട് നോക്കി വില്ല് കുലച്ച് വില്ല് കുലച്ച് അമ്പ എയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവന് പെട്ടെന്ന് നിധി ലഭിക്കുന്നതിന് വേണ്ടി അമ്പ് വളരെ വളരെ ദൂരത്തിലേക്ക് അവനെ എയ്യുവാനായിട്ട് ഇടയായി. റോമാലേഖനം 3:24 എടുത്തു വെച്ചാൽ മതി. 3:24 പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടത്. ഇതിലൂടെയുള്ള വീണ്ടെടുപ്പ് എനിക്കൂടെ ലഭിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടുത്തെ തങ്കച്ചോളയിൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ ജനത്തിന് ഓട് ദൈവം പറയുക, നമ്മൾ വായിച്ച സന്ദർഭത്തിൽ പറയുന്നത് പോലെ പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പിന്നെ എവിടെയാണ് നീ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്ക് ലഭിച്ചതായ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. 1 കൊരിന്ത്യർ 16-13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആളുകൾ വളരെ പിന്മാറ്റത്തിലേക്ക് പോയി. അവരെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവാത്മാവിനാൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 1:6-13 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ പറയാം, ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ആമേൻ. രണ്ടവിടെ പറയുക, നിങ്ങൾ പുരുഷത്വം കാണിക്കണം. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടുവീൻ. അഭാവാരങ്ങളാണെന്ന് വായിച്ചു. ഒന്ന്, നിരന്തരമായി ഉണർന്നിരിക്കണം, അല്ലെ? ഉണർന്നിരിപ്പീൻ. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. പുരുഷത്വം കാണിക്കണം. 4, ശക്തിപ്പെടണം, അല്ലെ? 4 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അമേനോട് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും, അല്ലെ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയതുകൊണ്ട് റാണിക്കാർക്ക് എന്നാ കുഴപ്പം? ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് റാണിക്കാരുമായിട്ട് ബന്ധം. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അന്ന് എഴുതിയ ലേഖനം ഇന്ന് അവന്റെ മക്കളായി തീർന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി കൂടി എഴുതിയിട്ടുള്ളതായത്. അവിടെ പറയുകയാണ്, എന്താ? അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഞാനും നിങ്ങൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ അതേ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. സ്വതന്ത്രം. വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനേക നിർവചനങ്ങളുണ്ട്.
നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതാണ്. ആമേൻ. വിശ്വാസം എന്നത് ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അത് അബ്രഹാം പിതാവ് കണ്ട ദർശനമാണ്. എന്താണെന്നറിയാമോ? കാണാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒരു സ്വർഗീയ കരാർ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ വിശ്വാസം എന്നതോ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാ. ക്രിസ്തു എനിക്കായി മരിച്ചുവെന്നും എനിക്കായി അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ എനിക്കായി സ്വർഗ്ഗാരോഹണം ചെയ്തുവെന്നും അവൻ എനിക്കായി പിതാവിന്റെ വലത്തുഭാഗത്ത് അവന്റെ പാപത്തിനു വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റായി ഇന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നിലനിൽക്കണം. ഇതാണ് വിശ്വാസം. സ്വന്തം കാര്യം മനസ്സിലായോ? ക്രിസ്തുവിനുള്ള വിശ്വാസം, ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്നതിനുള്ള വിശ്വാസം, എന്നെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മന്ത്രിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മയെ രണ്ട് പറയുകയാണ്, നീ ഉണർന്നിരിക്കും. എന്തിനാ ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞു? എന്തിനാ ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞു? ലോക സംഭവങ്ങൾ വിളിച്ചിരിക്കുക അല്ലേ? ഈ നാളുകളിൽ നിങ്ങൾക്ക് വായിച്ചു. ഞാൻ പലപ്പോഴും പറയുമെങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക. ഓൺലൈനിലൂടെ കേട്ടിട്ടുള്ളവർ കേട്ടിട്ടില്ലല്ലോ. സ്വർഗ വിവാഹം എന്ന് പല രാജ്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാൻ അതിലൊന്നും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യൻ ആദിമ സ്വതം ഗോമറയിലെ പാപത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പത്രം വായിച്ചാൽ നമുക്കത് വായിക്കാൻ കഴിയാതെ വണ്ണം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുമ്പോൾ ശിഷ്യന്മാരുടെ എന്ന് പറയുക, വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാലം. പക്ഷെ വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിന്നാൽ നമ്മളൊക്കെ വിശ്വാസം കണ്ടെത്തിയവരാണ്. ദൈവത്തിന് സ്വത്രം. എന്നിട്ട് പറയുകയാണ്, നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. നമ്മുടെ ലക്ഷ്യം ഒരു ലക്ഷ്യമാ. എന്താ നമ്മുടെ ലക്ഷ്യം? സ്വർഗീയ കനാന്. അബ്രഹാം കണ്ടത് ഈ യെരൂശലേമിലുള്ള കനാൻ ദേശമല്ല കണ്ടത്. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? കനാനില് അവന് പാർക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേ? അവിടെ നല്ലൊരു വീട് പണിത് അവൻ ദൈവത്തിന് സ്വത്രവും അതിന് നല്ല അടിസ്ഥാനമിട്ട് അവിടെ പാർത്തേനെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചപ്പോ ഇങ്ങനെ പറയുവാനിടയായി, ഞാന് 2ാം നില പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, 2ാം നില പണിത് കുഴപ്പമൊന്നുമില്ല, കർത്താവ് വരാറായി. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് പോണം. അപ്പൊ ഇതാർക്ക് ലഭിക്കുമെന്ന് അറിയാൻ കഴിയത്തില്ല എന്നിങ്ങനെ അദ്ദേഹത്തോട് പറയാനിടയായി. അദ്ദേഹം ഒടുവിൽ സ്വന്തം പറഞ്ഞ് ഞങ്ങള് ഫോൺ താഴെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ അതേ ഭൂമിയിൽ അല്ല നമ്മുടെ പൗരത്വം, നമ്മുടെ സ്വർഗീയ പൗരത്വമുള്ളവരാ അല്ലേ? ഇപ്പൊ 70 കഴിഞ്ഞവരെല്ലാം ഓടുകയാണ്. ഇതിനറിയോ? അറിയില്ലേ? ആയുഷ്മാൻ പദ്ധതി 5 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവിടെ കടന്നു ചെന്ന ഒരാള് പറഞ്ഞു, അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇതുവരെ പദ്ധതി ആയിട്ടില്ല, പദ്ധതി ആകുമ്പോഴേ നമുക്ക് കാർഡ് ലഭിക്കുമെന്ന് പറയാനിടയായി. നല്ല കാര്യമാണ്, അതൊക്കെ നല്ല കാര്യമാണ്, നമ്മൾ ശ്ലാഘനീയമായ കാര്യമാണ്. പക്ഷേ നമുക്കൊന്നറിയാം, നമുക്ക് പ്രായമാകുമ്പോൾ രോഗങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. എന്നാൽ അതിനു മുൻപായി നമ്മുടെ അരുമനാഥൻ വരുമ്പോൾ അവനോടുകൂടെ നമ്മൾ ചേർക്കും. ആരെയും അവൻ ചേർക്കുന്നത്? ഉണർന്നിരിക്കുന്നവനെ, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. സ്വതന്ത്രം. ഇത്രയും പേര് കടന്നു വന്നതോ ദൈവത്തിന് സ്വതന്ത്രം. നിങ്ങൾ കടന്നു വന്ന് എന്തിനാ? 1 മണിക്കൂറല്ലേ? 1 മണിക്കൂർ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വന്നത് എന്തിനാ? ആ പ്രത്യാശ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത് കൊണ്ട് ആയതുകൊണ്ട് കൂടെ സ്തോത്രം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അമ്മേ, നമ്മളൊന്നിരിക്കുക മാത്രമല്ല, 2 വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. 2 പറയണം, പുരുഷത്വം കാണിക്കണം. എന്താണ് പുരുഷത്വം എന്ന് പറയുന്നത്? അല്ലേ? നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായി, അത് ഉറച്ചിരിക്കും.
നമുക്ക് എന്താ വാക്ക് പറയാനുള്ളത്? എന്റെ യേശു എന്റെ രക്ഷകനാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇനി ഞാൻ മുൻപോട്ടുള്ള യാത്രയിൽ പ്രയാണം ചെയ്യില്ല. എന്റെ ആദരങ്ങള്, എന്റെ വാക്കുകള് മറ്റുള്ളവർക്ക് ഉപ്പിനാൽ രുചികരമായത് ആയിരിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ ആമേ, സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. അത് പുരുഷത്വത്തെ കാണിക്കുകയാ. എന്നിട്ട് പറയുകയാ, നമ്മൾ ശക്തിപ്പെടണം. അത് നമുക്ക് ഇതുപോലെ കൂട്ടായ്മയിൽ നമ്മൾ തന്നെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒക്കെ നമുക്ക് ശക്തിപ്പെടുവാൻ കഴിയും. പൗലോസ് പറയുകയാണ്, അമ്മേ, ഇവിടെ ദുരുപദേശം നടത്തുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണമെന്ന് ഒടുവിൽ പറഞ്ഞ് അവരോട് ആമേൻ അവരെ അറിയിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, ആദിമസഭയുടെ സ്നേഹം നമുക്ക് അവിടെ പ്രകടമാകുവാനായിട്ട് കഴിയും. ആദിമസഭ ഇന്ന് നമുക്ക് ആ സ്നേഹം ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം വേദോത്സവം പറയുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തുപോയി അല്ലേ? അത് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നമ്മൾ പിന്തിരിയുമ്പോഴാണ് സ്നേഹം തണുത്തുപോകുന്നത്. ക്രിസ്തീയ വിശ്വാസത്താലുള്ള സ്നേഹം തണുത്തുപോയി. വായിച്ച് 2-ന്റെ എല്ലാവരും ഉപായമായി അപ്പോസ്തലന്മാരാൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അക്കാലങ്ങളിൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. എല്ലാവരും വിശ്വസിച്ചവരെല്ലാവരും അവരുടെ വെച്ചിരുന്ന സകലതും പൊതുവായി കണ്ടുകൊണ്ട് വസ്തുക്കളും വിറ്റ് അവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുവനപ്പെട്ടതിനെ പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം വെപ്പിക്കൊണ്ട് വിലാസവും ഹൃദയവിമർത്തയും കൊണ്ട് ഭക്ഷണവും കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപ അവരെ അനുഭവിക്കുവാനായിട്ടിടയായി തീർന്നു. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് പറയുകയാണ്, യേശു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം പ്രിയപ്പെട്ടവരെ, അമേൻ, അവരെ കുറിച്ച് പ്രവൃത്തികൾ 2:32 വരുമ്പോൾ പറയുന്നുണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നോക്കി, ആദിമസഭയിലെ അവരുടെ സ്നേഹം എത്ര വലിയതാണ് അല്ലേ? അത് നമുക്ക് കൂട്ടായ്മയിൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യം. അമേൻ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഈ നമ്മുടെ പള്ളിയല്ല, ദേവാലയങ്ങളിലൊക്കെ സമ്പന്നരെല്ലാരും കൂടെ ഒരു ഭാഗത്ത് നിൽക്കും അല്ലേ? പിന്നെ അല്പം കൂടെ പണമുള്ളവരെല്ലാരും കൂടെ ഒരു ഭാഗത്ത്, പാവപ്പെട്ടവരെല്ലാരും കൂടെ ഒരു ഭാഗത്ത്. എന്നാൽ ആദിമസഭയിൽ അങ്ങനെയല്ലായിരുന്നു. ആണോ? അല്ല, അവർ ദൈവസ്നേഹം, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം, അവര് ദൈവസ്നേഹമുള്ളവരായിരുന്നു. അതുകൊണ്ട് മറ്റൊരു സഹോദരനെയോ സഹോദരിയോ കാണുമ്പോൾ അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു അല്ലേ? നമ്മളെന്തായാലും എന്താ പറയും, സഹോദരൻ എങ്ങനെയുണ്ട്, സഹോദരിമാരവരെ സഹോദരി എങ്ങനെയുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കട്ടെ? ദൈവത്തിന്റെ സ്തോത്രം. അതല്ലേ നിങ്ങൾ പറ. എല്ലാവരും പ്രായത്തിന് വ്യത്യാസമില്ല. അവൻ ഒരു മാതാവും പിതാവും ആരായാലും പ്രായത്തിൽ അവർക്ക് വ്യത്യാസമില്ല. അവരാരുമാണ് പേര് വിളിക്കാറില്ല. അവര് വിളിക്കുന്നത് എന്താ? സഹോദര, സഹോദരി. ആ സ്നേഹം ഇന്ന് സഭയിൽ, ലോകസഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അതെല്ലാ മേഖലകളിലും വിട്ടുപോയിരിക്കുക. ആ സ്നേഹം നമ്മുടെ വായി തോന്നിയതെല്ലാം നമ്മൾ വിളിക്കും അല്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഒരു പ്രത്യേക സ്നേഹം ചില കൂട്ടായ്മകൾ ഈ നാടുകളിൽ ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. യുവ പുരുഷന്മാരാണെങ്കിൽ അവര് കാര്യമൊക്കെ കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം. ഒരപ്പച്ചനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു പ്രായമുള്ള എല്ലാവർക്കും പോയി കാര്യം കൊടുത്ത് ഹല്ലേലൂയ കൊടുക്കും. ഒരു 150 പേര് കൂടുതൽ കൂട്ടായ്മ. ഞാൻ ഓർത്ത് ദൈവമേ, ഇതാണ് ദൈവം. ആദിമസഭയിലെ സ്നേഹം ഇവിടെ വർണ്ണിക്കേണ്ടതിന് ദൈവം നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്നതാണ് സ്നേഹം. ഭയങ്കര സ്നേഹമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഓർക്കുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ആരംഭ കാലഘട്ടത്തിൽ 2 പേര് തമ്മിൽ വലിയ പിണക്കാർ.
അപ്പൊ അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മളെ യോജിപ്പിച്ചതാണ് ഞാൻ ഓർക്കുക ആദ്യകാലത്തകത്തും. പിന്നെ അവർ വളരെ സ്നേഹത്തോടെ ജീവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്? അത് ദൈവത്തിലുള്ള സ്നേഹത്താലാണ് കഴിയുന്നത്. അവര് സ്നേഹം പ്രകടമാക്കുന്നത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, അവരോരോരുത്തരും ഭക്തിയുള്ള ജീവിതത്തിന്റെ ഉടമയായിത്തീരുന്നത് കൊണ്ടാണ്. മാത്രമല്ല, ആമേൻ, അവര് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയമായിരുന്നു, മനസ്സുമായി. ഇതിനൊക്കെ രസകരമായിട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? രസകരമല്ല, വളരെ സീരിയസ് ആയ ഒരു കാര്യം. രക്ഷിക്കപ്പെടുന്നവരെ ആര്? കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത്. അപ്പോൾ ഇന്ന് വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നവരെയും ദൈവസഭയിലേക്ക് കർത്താവ് ചേർത്തുകൊണ്ടിരിക്കുക അല്ലേ? നമുക്കെല്ലാം നമ്മുടെ സഭയിൽ രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ ബുക്ക് ഉണ്ട്, മാമോദിസയുടെ രജിസ്റ്റർ ബുക്ക് ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ സ്തോത്രം, നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് ആവശ്യമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിന്റെ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടാവും. നിങ്ങൾ ഓർക്കും, ഞാൻ എന്താ ഇങ്ങനെ പ്രസംഗിക്കുന്നത്, എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ അറിയുള്ളൂ. ആമേൻ, ആ ഉറപ്പ് നമ്മൾ പ്രാപിച്ചോണം. ആമേൻ, അങ്ങനെയുള്ളവരാണ് ആമേൻ ഉണർന്നിരിക്കുന്നത്, കർത്താവിന്റെ വരവിനായി കൊതിയോടെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളില് ആമേൻ, യൂദ കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന യൂദ ഇങ്ങനെ പറയുന്നുണ്ട്. 17:20, നിങ്ങളോ പ്രിയമുള്ളവരെ, അവരെ വിളിക്കുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഒരു ലേഖനമല്ല ഉള്ളൂ, 1:7 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ ഏഴമാക്കി. നിങ്ങളോ 17-20 വാക്യങ്ങളാ, സോറി 17-20 വാക്യം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ക്രൈസ്തവ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ. ഇതാണ് ആദിമസഭയിലെ ആ സ്നേഹം കുറഞ്ഞു പോയപ്പോൾ യൂദ എഴുതിയിരിക്കുക. 17 മുതൽ 20 യൂദാശ്രീ എഴുതിയിരിക്കുക. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങള്. നിങ്ങളോ അവരെ സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളോ പ്രിയമുള്ളവരെ. ആർക്കാ പ്രിയം? തന്നോട് പ്രിയമുണ്ട്. കാരണം ആ പ്രിയം എങ്ങനെ വന്നു? അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടുള്ള പ്രിയമാ, ദൈവസ്നേഹത്തിലുള്ള പ്രിയമാ. അതുകൊണ്ട് പറയുക, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളെ തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. അപ്പൊ അതിനകത്ത് ആകത്ത് ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയൂ. അപ്പൊ നമുക്ക് ആമേൻ, നമ്മുടെ ഒരു വിശ്വാസിക്ക് ദൈവമായി പിരിയാൻ വയ്യാത്ത ബന്ധമാ, നമ്മുടെ കർത്താവുമായി പിരിയാൻ വയ്യാത്ത ബന്ധമാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. ക്രിസ്ത്യ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ആത്മീക വർധന വരുത്തുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പിരിയാമെന്നും നമുക്ക് ലഭിച്ചിരിക്കുക. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ദൈവവചനം പഠിക്കണം. നമ്മെ നീതീകരിക്കുന്ന ദൈവം നമ്മളെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പിന്നെയും അവിടെ പറയുക.
ഉത്തമഗീതത്തില് ഒരു വാക്കുണ്ട്, ഞാൻ വായിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ഓർക്കുക. ഒന്ന്, ക്രിസ്തീയ വിശ്വാസത്തെ ആധാരമാക്കി നമ്മള് സ്വയം ആത്മീയ വർധന വരുത്തണം. കൂടി വരുമ്പോഴും അല്ലാത്തപ്പോഴും വ്യക്തിപരമായി ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും സ്വോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ആമേൻ ദൈവവചനമൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യും. മുമ്പോട്ട് പോകണമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, എന്താണ്? ഒന്ന്, വിശ്വാസത്തിൽ നിലനിൽക്കണം. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മള് കർത്താവിന്റെ വരവിനെ നോക്കി ജാഗരൂകരായിരിക്കണം. രണ്ടാമതായിട്ട് പറയുകയാണ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. മൂന്നാമത് പറയുകയാണ്, പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം. പറയുക, ശക്തിപ്പെടണം. അപ്പം ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നത്, ദുരുപദേഷ്ടക്കാരുടെ ഉപദേശത്തിൽ നിന്ന് അകന്നിരിക്കും. നമുക്ക് ബെരോവിലെ വിശ്വാസികളെ പോലെ വിശുദ്ധ വേദപുസ്തകം വായിച്ച് ആത്മാവിനെ ധ്യാനിക്കുന്ന അനുഭവത്തിൽ നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. നമ്മൾ ആദ്യം ചിന്തിച്ച ആ ഭാഗത്ത് ഒരു ഭാഗം ഞാൻ വിട്ടുപോയി. വെളിപ്പാട് പുസ്തകം 3:20 ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കണ്ട, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവരോടും കൂടെ. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്. അവന്റെ ഹൃദയം ക്രിസ്തുവിനായി തുറന്നു കൊടുക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന്, നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ അവയിൽ വരുവാറുടെ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചുകൊണ്ടേ. നമ്മൾ ഓരോ നിമിഷവും നമ്മളങ്ങോട്ട് നടന്നു പോകും, ചില വെള്ളം കടന്നു വീഴാൻ സാധ്യതയുണ്ട്, ഇല്ലേ? നമുക്ക് എല്ലാ സാഹചര്യങ്ങളും. എന്നാൽ ദൈവം നമുക്ക് കാവൽ മാലാഖയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാവൽ മാലാഖ നമ്മളെ കാത്തു. എനിക്ക് വലിയ വിശ്വാസം. ഞാൻ വീണപ്പോഴും കാവൽ മാലാഖയെ അവിടെ കൊണ്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ വീഴിക്കുക. അവര് കരങ്ങൾ താങ്ങി, ദൈവത്തിന്റെ കരങ്ങൾ. ഞാന് ഈ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവം ഓർപ്പിച്ചിട്ടാ പറയാ. അന്ന് നമ്മുടെ ബേബിസാറും അതുപോലെ തന്നെ മറ്റൊരു ബേബിസാറുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ അതായത് സെക്കൻഡ് സാറ്റർഡേ യോഗം. അപ്പൊ ഓരോ ദിവസം ബേബിസാർ എന്നോട് പറഞ്ഞു, സെക്കൻഡ് സാറ്റർഡേ യോഗത്തിന് പ്രസംഗിക്കണം. അപ്പൊ ഞാന് അതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവിടെ വരുന്ന ആരും മാവേലിക്കര ബേബിസാറും നമ്മുടെ ബേബിസാറും വലിയ വലിയ സുവിശേഷകർ. അപ്പൊ ഞാൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് കടയുണ്ട്, കടയിൽ നിന്ന് അമ്മച്ചി എന്ന് അവിടെയുണ്ട്. അപ്പൊ ഞാൻ കടയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങളുടെ ഒരു വീടിന്റെ ഒരു സൈഡില് ഒരു വലിയൊരു കല്ല്. ഞാനിങ്ങനെ ചിന്തിച്ച് പോയ കൂട്ടത്തില് എന്റെ കാല് കല്ലിൽ തട്ടി, വേറൊരു കല്ലിൽ തട്ടി. ഞാന് അതായത് വലിയൊരു കല്ല് അവിടെ പോകും, അതിന് ചേർന്നൊരു പോസ്റ്റോ, ആ കല്ലിലോട്ട് തലയടിച്ച് വീഴുകയും. അപ്പൊ ഞാനിങ്ങനെ അന്നത്തിലൊന്നും അറിയില്ല, സ്വതന്ത്രം പറയാനൊന്നും അറിയില്ല. പക്ഷെ ഞാന് എന്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, എന്റെ തല മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കും. കാരണം അങ്ങനെ ചിന്തിക്കാൻ കാര്യങ്ങളറിയാം. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും ഇല്ലാരും വിഷയമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു കടവുണ്ട്, കടവിലേക്ക്.
അപ്പൊ കടവില് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര കളിയാ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാന് എന്നെ പിടിക്കാനായിട്ട് ആളുകള്, ഇപ്പൊ ഞാനതിന് ലീഡർഷിപ്പാണ്, അപ്പൊ എന്നെ പിടിക്കാനായിട്ട് ആളുകൾ വന്നപ്പോ എന്നെ പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ആ മണ്ണെ തൊഴിച്ച് മുന്നോട്ട് പോവുക, മണ്ണിനകത്തൂടെ മുന്നോട്ട് പോകും. ഒരു വലിയൊരു കല്ലില് എന്റെ തലയെ പിടിച്ചു. വെള്ളത്തിലായോണ്ട് അതിന്റെ ആഘാതം അറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാന് വെള്ളത്തിൽ നിന്ന് നേരെ, പക്ഷെ നോക്കിയ ഇന്ന് ഇവിടെ നിൽക്കേണ്ടതുകൊണ്ട് അല്ലെ എന്റെ കൂട്ടുകാരൊന്നും എന്നെ കാണത്തില്ല, അവിടെ എല്ലാവരും എന്നെ മരിച്ചു പോയേനെ. ആ വെള്ളത്തില് പിന്നെ ഒഴി അവർ അന്വേഷിക്കേണ്ടി വന്നേനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അവൻ ഞാനിങ്ങനെ മുകളിലോട്ട് വെള്ളത്തിന്റെ മുകളിൽ വന്നു കഴിയുമ്പോ എന്റെ തലയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ മുകളിലോട്ട് വന്നു. പെട്ടെന്ന് ഞാൻ എന്നും ഓർക്കുന്നു, ഓടിച്ചെന്ന് നമ്മുടെ സിഖിസാറിന്റെ അടുക്ക് ചെന്നു. സിഖിസാർ എന്റെ മോനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കുത്തിക്കെട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നില്ല, ഇന്ന് ഇവിടെ സുഷേഷം പറയാൻ വേണ്ടി ദൈവം ആയുസ്സല്ല. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വന്നത് ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയാനാ. അല്ല, നമ്മളൊക്കെ എത്രയോ മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ബ്ലഡ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ദൈവമേ, ഈ രണ്ടാമത് സെക്കൻഡ് സാറിലേക്ക് പ്രസംഗിക്കാനുള്ള ആ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഇത് ഞാൻ ഓർത്തത്. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ എന്റെ തല മുഴുവൻ ബ്ലഡായിരിക്കും എന്ന് കരുതി ഞാൻ എഴുന്നേറ്റ് എന്റെ രണ്ട് കൈയും എന്റെ തലയിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് കാണാൻ പറ്റും. ഞാൻ പോസ്റ്റിലോട്ട് എന്റെ കൈ നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ, കയ്യിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല. സ്വത്രം സ്വത്രം, ഈ ദൈവത്തെ നല്ലവരാ. അത്രയും വലിയ ഒരു കല്ലിലേക്ക് എന്റെ തലയടിച്ച് വീണപ്പോൾ ഒരു തുള്ളി രക്തം പോലും വരാതെ എന്നെ സൂക്ഷിച്ചെന്ന ദൈവമുണ്ട്. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവിന്റെ കരം ആ കല്ലിന്മേൽ എന്റെ തലയോടെ പതിച്ചു, അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ സ്വത്രം ചെയ്യാതിരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ഒന്ന് നിലനിൽക്കണം. ആത്മാവാണ് നമ്മളെ അതിനായി പ്രേരിപ്പിക്കുന്നത്, ഉൾപ്രേരണ നൽകുന്നത്. 2 തീമോഥെയോസ് 3:15 ഇങ്ങനെ പറയുന്നുണ്ട്, പഠിച്ച് നമ്മൾ നിശ്ചയം പ്രാപിക്കണം. ആമേൻ. അവിടെ 2 തീമോഥെയോസ് 3:15, 3:14 വാക്യങ്ങളിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ പഠിച്ച് നിശ്ചയം പ്രാപിക്കണം. ദൈവദാസനോട് പറയുക, അല്ലെങ്കിൽ കണ്ടെങ്കിൽ നീയോ 3:14 നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിനാൽ നിലനിൽക്കാം. നമ്മൾ മറന്നുപോയത്, നീയോ ഇന്നവരോട് പഠിച്ചു എന്നവർക്കും. ആരാ? തീമോഥെയോസ്. അപ്പോസ്തലനായ പൗലോസ് താന് തന്റെ കൂട്ടുവിശ്വാസികളെ താൻ മുഖാന്തരം മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് വന്ന് തീമോഥെയോസിനോട് പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. ആദ്യം അവിടെ പറയുന്നുണ്ട്, നിന്റെ വല്യമ്മ ലേവീസിൽ നിന്ന് നീ വിശ്വാസത്തെ കുറിച്ച് പഠിച്ചില്ലേ? കേട്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞു. അമ്മയെ കുറിച്ച് പറയുന്ന യുനീക്ക. അമ്മ യുനീക്കയിൽ നിന്നും അവരുടെ അതിവിശുദ്ധ അവരുടെ വിശ്വാസത്തെ നീ പഠിച്ചിട്ടുള്ളത് നീ ഓർക്കണം. എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ സുവിശേഷത്തെ നീ ഓർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ അത് നമ്മുടെ പിതാക്കന്മാർക്ക് തെറ്റ് ചെയ്യും. പൗലോസ്ലീഹ ഗാനം നമ്മൾ പാടും പറയും, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് അല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും വന്നറിയിച്ചാൽ സ്വർഗത്തിലെ ദൂതനായാൽ പോലും അവൻ സഭയുടെ ശാപമേൽക്കും.
പാടാൻ സമയമില്ലാത്ത പാടിക്കും. പൗലോസ്ലീഹ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചവഴി വാനവനെങ്കിലും ആരൂഢൻ താനേക്കും സഭയിൽ ശാലും പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തെ ഉപദേശം അപ്പോസ്തലന്മാരിലും സ്ത്രീയന്മാരിലും കൂടെ കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ നിങ്ങൾ കേട്ട് ആയിട്ടുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. പക്ഷെ എവിടുന്നാ അവർ കേട്ടത്? ദൈവത്തിൽ നിന്ന് ഉപദേശമാണ് അവർ കേട്ടത്. ആ ഉപദേശമാണ് നിങ്ങളെ അറിയിച്ചത്. ആ ഉപദേശത്തിൽ ആരംഭിച്ച് ആ ഉപദേശത്തിൽ അവസാനിപ്പിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. സ്വർഗരാജ്യത്തിന്റെ ഇത് പാടാൻ പോലും നമുക്കറിയത്തില്ല, പിന്നെ ഞാൻ ഇതിന്റെ അർത്ഥം അറിയുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ മൂല്യച്യുതി. എന്നാണെന്നറിയാമോ? അവിടെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അറിയിച്ചതല്ലാതെ മറ്റാരെങ്കിലും വന്ന് അറിയിച്ചാൽ സ്വർഗത്തിലെ ദൂതനായാൽ പോലും അവൻ സഭയുടെ ശാപമേൽക്കും. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ഉപദേശം മാത്രം കേട്ട് അത് കേട്ട് ആരംഭിച്ച് ആമേൻ എന്നിട്ട് നീ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുവാണെങ്കിൽ നീ അനുഗ്രഹീതനായി. ഇത്രയും നല്ല ഒരു വിശ്വാസത്തെ ദൈവം നമുക്ക് തന്നിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം കഥ കേട്ടു, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കും. സന്ദർശ കേട്ടതെന്ന് ഓർപ്പിക്കും. ഒരപ്പച്ചൻ നമ്മുടെ ഇവിടെ കിടക്കുന്ന പോലെ ചാരി കിടന്നോണ്ട് മോനോട് പറഞ്ഞു, മോനെ നീ പോയി പ്രാർത്ഥിക്കണം. മോനെ അപ്പം പ്രാർത്ഥിക്കാനായിട്ട് വരുന്നില്ല. മോനോട് പറയും, മോൻ പോയി പ്രാർത്ഥിക്കാം. മാതൃ കാണിക്കേണ്ട ആരാ? അപ്പന. അപ്പം പറയാ, നിങ്ങളെല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മോൻ അപ്പനോട് ചോദിച്ചു, അപ്പ ഞാൻ എന്നാ ഇനി അപ്പനാകും? ആ മോനോട് ചോദിച്ചു. എന്താ കാര്യം അറിയാം? അല്ല, എനിക്ക് ഈ ചാരകസമായി കിടന്നുകൊണ്ട് എന്റെ പിള്ളേരോട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ അവർക്ക് നിലനിൽക്കുവാനും ആമേൻ അതോടൊപ്പം തന്നെ അവർക്ക് നിശ്ചയം പ്രാപിക്കാനും കഴിയുന്നത്. അപ്പൊ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാന് കഴിയാത്തൊരു കുടുംബം ആമേൻ അവര് ദൈവം വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മറന്നു പോകരുത്. പഠിച്ച് നിശ്ചയം പ്രാപിക്കണം. ആമേൻ. അവിടെ ഇങ്ങനെ പറയുകയാണ്, തീമോഥെയോസിനോട് പറയുകയാണ്, വചനത്തിലുള്ള ഉപദേശത്തിൽ നീ നിലനിൽക്കണം. ആമേ. നിന്റെ വല്യമ്മ ലോവീസ് ഉണ്ടല്ലോ, നിന്റെ കൊച്ചിലേട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് അറിയാമോ? ആ യേശു ക്രിസ്തു ആരാണെന്ന് നിനക്ക് അറിയാമോ? അമ്മേ. അതിനുശേഷം യുനീക്ക അവനൊപ്പം കൂടെ പ്രായമായപ്പോ ഞങ്ങളൊക്കെ ക്രിസ്തുവിന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് അവന് അപ്പോസ്തലന്റെ പൗലോസിന്റെ വചനം കേട്ട് അവൻ പൗലോസിനോട് കൂടെ കൂടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസിനോട് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, വചനത്തിലൂടെ അപ്പൊ ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ വചനത്തിലൂടെ എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിക്കണം. മേൽ പറഞ്ഞ ചതുരങ്ങളിൽ വശീകരിക്കപ്പെടരുത് എന്ന് ആമേൻ ആരെ ഓർപ്പിക്കുക? തീമോഥെയോസിനെ പൗലോസ് ഓർപ്പിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് നിശ്ചയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. വെറുതെ ഇരിക്കുമ്പോൾ വേദപുസ്തകം എടുക്കണം. ആമേൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കണം. വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടിരുന്നത്, എന്നാൽ ഇന്ന് വെളിപ്പെട്ട് വന്നിരിക്കുക.
നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരാന്നറിയോ? ഒന്ന്, അതിവിശുദ്ധ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരും, രണ്ട്, വിശുദ്ധ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചവരുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ ഇങ്ങനെ പാടി, ഞാനും നിങ്ങളും സിയോൻ സഞ്ചാരി ഞാൻ പോകുന്നു കാഴ്ചകൾ വന്നിടും വേളയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെയാ പഠിച്ച നിശ്ചയം പ്രാപിക്കുന്നത്? അവിടെ പൗലോസ്ലീഹ തീമോഥെയോസിനോട് പറയുന്നത് ഒന്നുകൂടെ ഓർപ്പിക്കുക, വചനത്തിലൂടെയുള്ള ഉപദേശത്തിൽ നീ നിലനിൽക്കണം. അതായത് യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട് അറിയിച്ച വചനത്തിൽ നീ നിലനിൽക്കണം എന്ന് തീമോഥെയോസിനോട് പറയുകയാണ്. തീമോഥെയോസിനെ വലിയ പ്രതീക്ഷയോടെയാണ് അവൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് പൗലോസ്ലീഹ അയക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നീ എവിടെ ചെന്നാലും എന്ത് ചെയ്യണം? നീ പഠിച്ചിട്ടുള്ള വചനത്തിൽ നിലനിൽക്കണം, ആ ഉപദേശത്തിൽ നിലനിൽക്കണം. എന്നിട്ട് പറയുകയാണ്, അവിടെ വ്യാജ ഉപദേശം കേട്ടാൽ നീ ഒരിക്കലും ആ ഉപദേശത്തിന്റെ പുറകെ പോകരുത്. വചനം ശരിയായി നിനക്ക് അറിയാവുന്നത് കൊണ്ട് ആ ദൈവവചനം അനുസരിച്ച് ആളുകളെ പ്രബോധിപ്പിക്കണമെന്ന് പറയുകയാണ്. സഹോദരന്മാരെല്ലാം പറയും, ഞങ്ങളെന്ത് പ്രബോധിപ്പിക്കാൻ? അവിടെ ചിലർ ചോദിക്കും, നിങ്ങൾ കേട്ടത്രയും വചനം ഒരു പുരുഷന്മാരും കേട്ടിട്ടില്ല. സ്വത്രം സ്വത്രം. അപ്പൊ ചോദിക്കും, ഇത്രയും വചനം കേട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രബോധിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അതിന് എക്സ്ക്യൂസ് ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു പക്ഷേ പറയുമായിരിക്കും, എനിക്കൊന്നും അറിയത്തില്ല. എന്നാ ശ്രദ്ധയോടെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയാത്ത. നമ്മള് കേട്ടു അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഓണമുണ്ട്, നമ്മളൊക്കെ പോകുക, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുക, തീമോഥെയോസിനോട് പറയുക, നീ വചനത്തിലുള്ള ഉപദേശത്തിൽ നിലനിൽക്കണം. രണ്ട് വ്യാജ ഉപദേശം എല്ലായിടത്തും ഈ കാലങ്ങളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം ശരിയായി അറിയണം. എന്നിട്ട് പറയുക, ആ ദൈവവചനം അനുസരിക്കുവാൻ മറ്റുള്ളവരെ നീ പഠിപ്പിക്കണം. മാത്രമല്ല, മേൽപ്പറഞ്ഞ ചതികളിൽ നിന്ന് വശീകരിക്കപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പഠിച്ച് നിശ്ചയം പ്രാപിച്ച തീമോഥെയോസിനെ അയക്കുന്നത്. അപ്പൊ പഠിച്ച് നിശ്ചയം പ്രാപിക്കാത്ത നമ്മളെ ദൈവവേലയ്ക്ക് അയച്ചാല്, അപ്പൊ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ സ്വന്തം നിശ്ചയം പ്രാപിച്ചവരെ അയക്കുമ്പോൾ അവരാ ദൈവകൃപയിൽ സ്വന്തം സ്വത്രം സ്വത്ര സ്വത്രം കർത്താവേ, അനവധിയായ സ്തോത്രം നാഥാ. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി. അപ്പൊ സ്തുതി ചൊവ്വാക്കപ്പെട്ട സമയം എന്ന് പറയാൻ കാര്യം ഇത് തന്നെയാ. സ്തോത്രങ്ങളും സ്തുതികളും ആമേൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മളാ.
ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളത് മറന്നു പോകരുത്. അപ്പൊ മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ, അതായത് ഏകാത്മാവിൽ തന്നെ വസിക്കണം. ഫിലിപ്പിയർ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തുനിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൽ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുമെന്ന് ഗ്രഹിക്കേണ്ടതിന് യോഗ്യമാവണ്ണം സ്വത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ കണ്ടു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ അല്ലേ. എന്നിട്ട് ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാക്കളാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുരുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗവണ്ണം മാത്രം നടത്തി. നിങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ സ്ഥാപിച്ച സഭയെ അറിയപ്പെട്ടവരെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ എഴുതിയ ലേഖനമാണെന്ന് വേദപഠിതാക്കൾ പറയുന്നു. കാരാഗ്രഹം നല്ല കാര്യമല്ല, ആണോ? കാരാഗ്രഹം വേദനയുടേതോ അല്ലേ? അർദ്ധരാത്രിയെ കുറിച്ച് പറയുന്നത് അർദ്ധരാത്രി അത് ദുഃഖത്തിന്റെ അവസ്ഥയാണ്, വേദനയുടെ അവസ്ഥയാണ്. നമ്മള് പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ സഹിപ്പാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അത് അർദ്ധരാത്രിയുടെ അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ അർദ്ധരാത്രിയുടെ അനുഭവത്തിലൂടെ ഒരു പക്ഷെ കടന്നു പോകുമ്പോൾ ദുരുപദേശം നിങ്ങളെ പിടിക്കുമ്പോൾ, നിങ്ങൾ ഏകാത്മാവിനാൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങളെ കുറിച്ച് മോശമായത് കേൾക്കുവാൻ എനിക്കിടയാകാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവേശന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടത്തി. ക്രിസ്തു നടന്നത്, ചുരുക്കി പറഞ്ഞ ക്രിസ്തു നടന്നതുപോലെ നിങ്ങൾ പഴയ നിയമ ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് നടന്നത്. അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല, ഭവനങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. അവർക്കറിയാം, വിളിച്ച ദൈവം വിശ്വസ്തന, വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഞങ്ങളെ നടത്തുന്ന ദൈവമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സത്യസുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഫിലിപ്പിയിലുള്ള ആളുകളോട് പറയുക, നിങ്ങളോട് ഞാൻ സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ടത്. എന്നാൽ ഇന്ന് അത് നിമിത്തം ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണം. അപ്പൊ നമ്മൾ മറന്നു പോകരുത്. ഒന്ന് അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. രണ്ട്, ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ പോലെ ആയിരിക്കും. നമ്മളിതുവരെ ആയോ? ക്രിസ്തു ഭക്തർ നമ്മളിതുവരെ ആയോ? ആയിട്ടില്ല അല്ലേ? ഈ പണ്ട് ഒരാള് പറഞ്ഞതുപോലെ, രക്ഷിക്കപ്പെട്ടോ? ചോദിക്കും, രക്ഷിക്കപ്പെട്ടോ? ആരെയും പോണകേ എന്നാ പറയുന്നത്. അത് ചോദിക്കുന്ന ആള് രക്ഷിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കർത്തമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന അനുഭവത്തെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെയല്ലേ 91 ഒക്ടോബർ 14 കുടുംബമായി കർത്താവിനായ ഹൃദയം കൊടുത്തു. ദൈവം സംസാരിച്ചു. യെശയ്യാപ്രവചനം 44-ാം അധ്യായത്തിലൂടെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ കർത്താവിനെ ഹൃദയം കൊടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ അനേക വർഷങ്ങളായി ദൈവം നടത്തുന്നു. ഇതുവരെ ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ ക്രിസ്തുവിന്റെ അംശങ്ങളാണ്. നമ്മളിൽ പോരായ്മകളുണ്ടെങ്കിൽ ഏറ്റവും ഉപേക്ഷിച്ച് കരുണ ലഭിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ കടന്നു വരുമ്പോൾ നമ്മളെ അവൻ വിടുവിക്കും. അതുകൊണ്ട് ഒന്ന്, സുവിശേഷത്തിന് യോഗ്യമാണെന്നും നടക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, പണ്ടൊരു സുവിശേഷം പറയും, കള്ളുഷാപ്പിൽ ചില്ലറ മാറാൻ, ഇപ്പൊ ഓൺലൈനായിട്ട് ഞാൻ പറയുക, കള്ളുഷാപ്പിൽ ചില്ലറ മാറാൻ പോകരുത്. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ ഈ ഒരു പുസ്തകം അച്ചടിക്കാനായിട്ട് ഒരു പ്രസിൽ പോകുന്നത്, ഒരു കള്ളുഷാപ്പിൽ കൂട്ടത്തെ വണ്ടി ഇട്ടു. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടാ കൊണ്ടിട്ടു. നമുക്കിപ്പോ റോഡിൽ ഇന്ന് സ്ഥലമില്ല, രണ്ട് സൈഡിലും സ്ഥലമില്ല. പിന്നെ പോണെങ്കിൽ കോളേജ് റോഡിൽ മുകളിൽ ഒത്തിരി മൂടി കയറും. അവിടെ നിരക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആളോട് ചോദിച്ചിട്ട് അവിടെ കൊണ്ടിട്ടു. ഏതായാലും ഇതുവരെ അത് പുറത്ത് വന്നില്ല.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാന് ഇത് പറയുന്നുണ്ട്. ദൈവമേ, പണ്ടൊരു ഉപദേശം ഇങ്ങനെ പറഞ്ഞു, കള്ളുഷാപ്പിൽ ചില്ലറ മാറാൻ പോകരുത്. എന്നാ അതിന്റെ അർത്ഥം എന്താ? നമ്മള് ചില്ലറ മാറാനാ പോയത്. ദൈവത്തിന് അത് അറിയാം, ആ ഉപദേശിക്കുമ്പോൾ അറിയാം, ആ ക്യാഷ് ചില്ലറ മാറിക്കൊടുത്ത ആളിനും അതറിയാം. പക്ഷേ പരിഹാസികളുടെ വളരെ നിൽപ്പുണ്ട്. അയ്യോ, എന്നിടത്തെ ഉപദേശി അവൻ സാധാരണ കള്ളുഷാപ്പിലൊന്നും വല്ല പോകല്ല, അവൻ കൂടിയ കള്ളുഷാപ്പിലാ പോയെന്ന് പറയും. അപ്പൊ എങ്ങനെയാ അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവനാമം ദുഷിക്കപ്പെടുവാനെയോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ആമേൻ. ക്രിസ്തുവെ, അതായത് ഇവിടെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. 2, ക്രിസ്തു ഭക്ത ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. ഇന്നങ്ങനെയുള്ളവരെ കാണാൻ ഉണ്ട് കേട്ടോ, വിരളമൊന്നുമല്ല, ഉണ്ട്. ആമേൻ. അനേക സ്ഥലങ്ങളിൽ പീഡനങ്ങൾ ഏൽക്കുന്ന സ്ഥലത്തൊക്കെ അവർ ക്രിസ്തു ഭക്തരെ പോലെ ക്രിസ്തുവിന് വേണ്ടി അവർ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുക. ഇല്ലയോ? അച്ഛനോട് പോയി ഒരു മനോഞ്ഞൊരു അടിയും അടിയും. ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ഒരു തൊഴിയെങ്കിലും കൊടുക്കാതിരിക്കുമോ? അല്ലേ? നമ്മളെ പെട്ടെന്ന് ക്ഷോഭം വരും. നമ്മുടെ കുഴപ്പമില്ല, ഞാനിവിടെ ചെയ്തു പോയെന്ന് വരാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാല് ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ പോലെ നടക്കുമ്പോ ഇവിടെ നീ വേണേ ഈ ചെവിയെ കൂടെ ഈ ഇവിടെ കൂടെ ഈ ചെല്ലെ കൂടെ വേണേ അടിച്ചു വന്നത്. അത് ഇവിടെ രണ്ടാമത് പറയുന്നത്, ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. നമ്മുടെ കർത്താവിന്റെ മുഖം നമ്മൾ വഹിക്കുന്നവരായി തീരണം. നമ്മുടെ ക്രൂശെടുത്ത് ഇപ്പൊ നമ്മളെ അങ്ങോട്ട് പോകുന്നു, നമ്മളെ പരിഹസിക്കുന്നു, അത് നമ്മുടെ ക്രൂശാണ്. ഒരു പറയുക, യോ ഇങ്ങനെ വലിയ സുവിശേഷം എന്നിട്ട് കടയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. അവേ, നമ്മളത് കേൾക്കുമ്പോ സഹിച്ചോണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് നമ്മളെ വ്യക്തിപരമായി അറിയാം. അറിയത്തില്ലേ? ഇന്ന് ആരും സ്തോത്രം പറഞ്ഞില്ല കാര്യമായിട്ട്. എല്ലാവരോടും ആമേൻ. അപ്പൊ നമുക്ക് ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി, ക്രിസ്തു ഭക്തരാകണമെന്ന് ഒരാഗ്രഹമുണ്ട്, അല്ലെ? അത്രയായില്ലേ? അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നെങ്കിൽ, ക്രിസ്തു നൽകിയിരിക്കുന്ന സുവിശേഷത്തിന് യോഗ്യമാം വിധം നടക്കണം. മാത്രമല്ല, ഏകാത്മാവിൽ വസിക്കുമ്പോഴേ അത് സ്റ്റാർട്ടിങ്ങുള്ള. മൂന്നാമത്തെ പോയിന്റ് ഏതാ? 2 സ്വർഗീയ പൗരന്മാർ, സ്വർഗീയ ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. 3 സ്വർഗീയ പൗരന്മാർ സ്വർഗീയരെ പോലെ പെരുമാറും. മുമ്പത്തെ അടി വരുമ്പോ ഒന്നും പറയാതിരിക്കുക. അവൻ തീർച്ചയായും അവനെ കിട്ടും. അവനെ നമുക്ക് പിന്നീട് നേടാൻ പറ്റും. അയ്യോ, ഞാൻ ഇത്രയും വലിയ അടി കൊടുത്തിട്ട് ആ അപ്പച്ചൻ എന്നെ ഒന്നും പറഞ്ഞില്ല, അല്ലെ ആ സഹോദരൻ ആ സുവിശേഷകൻ എന്നെ ഒന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ അവനെ ദൈവാത്മാവ് അവനെ നീ ചെയ്ത് തെറ്റാണെന്ന് ബോധ്യം കൊടുത്ത് അവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഞാനൊരു വിശ്വാസിയാണ്, സുവിശേഷകനാണ്, എന്നെ അടിക്കുമ്പോൾ തിരിച്ചടി അടിച്ചാൽ എന്താ പറയുമെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. അവരെവരെയും ക്രിസ്തുവിനെ പോലെ എന്താ സ്വർഗീയ പൗരനാന്ന് പറഞ്ഞ് നടക്കുക. സ്വർഗീയന്മാരെ പോലെ അവർ പെരുമാറാൻ അറിയത്തില്ല. എന്നാൽ നമ്മുടെ ശത്രു എന്താണെന്നറിയാമോ? ഈ ലോകമാണ്, പാപമാണ്, പിശാചാണ്. അതിനെ ജയിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ആമേൻ, ദൈവത്തിന് സ്തോത്രം. എന്താ ഒരു യിരെമ്യാ പ്രവചനത്തില് അതിന്റെ 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളില്, യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളില്, ആമേൻ, ഉശവന്റെ ആലയത്തിലേക്ക് യെശയ്യാവിനെ ക്ഷണിക്കുക, യിരെമ്യാവിനെ ക്ഷണിക്കുക, പ്രവാചകനെ ക്ഷണിക്കുക. ഉശവന്റെ ആലയത്തിൽ നീ ഒന്ന് കാണാം എന്ന് പറയുകയാണ്. നീ എഴുന്നേറ്റ് ഉശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ഉശവന്റെ വീട്ടിലേക്ക്, ആലയിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടമോ പാത്രമോ ചട്ടിയോ എന്ന് മാറട്ടെ ഒരെണ്ണം കേടായി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കണ്ടോ? വീണ്ടും ഒന്നും ഇടിച്ച് കുഴച്ച് റെഡിയാക്കി അവയെ നല്ലൊരു മാനപാത്രമാക്കി തീർത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും വേർപാടുകളും തരുന്നത് നമ്മളെ ഒരു നല്ല മാനപാത്രമാക്കി തീർക്കാനാണ്.
അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കാരണം ജനങ്ങളെല്ലാം അവൻ ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിൽ നടന്നിരിക്കുക. യിരെമ്യാവിനോട് ചോദിച്ചാൽ പറയും, ഞാൻ കരച്ചിലിന്റെ പ്രവാചകനാ. അവൻ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്റെ തലയെ കണ്ണുനീരിന്റെ ജലമാകും, എന്റെ കണ്ണിനെ കണ്ണുനീരിന്റെ നീറാവയാക്കി മാറ്റണം. അറിയാമോ, എന്റെ വീട്ടിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തതുകൊണ്ടല്ല, യിരെമ്യാവിന്റെ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടവരാ. അവർ വചനം കേട്ട് പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാ. എന്നാൽ വെളിയിലുള്ള ആളുകൾ ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് കണ്ണുനീരോട് എന്റെ കത്തിലെ നിരക്കത്തക്കവണ്ണം അവ എന്റെ കണ്ണിൽ തലയെ കണ്ണുനീരിന്റെ ജില്ലതാവും. കണ്ണിനെ കാണുന്നത് ആര് ചോദിക്കും? നമുക്ക് എപ്പോഴും സന്തോഷിക്കുന്ന ഇഷ്ടം, എപ്പോഴും സന്തോഷിക്കുന്ന ഇഷ്ടം. ദൈവസന്നതിയിൽ ഇരിക്കുമ്പോഴെങ്കിലും കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ വന്ന് പ്രസംഗിച്ച ND എബ്രഹാം എന്ന് പറയുന്ന മിഷൻസ് ഇന്ത്യയിലെ ഒരു ദേവദാസനെ ഞാൻ ഓർക്കുന്നത്, ഓർക്കുന്നറിയില്ല. പുള്ളി നമ്മുടെ ജോർജ് ചെറിയാന്റെ പിതാവ് കഴിഞ്ഞ രണ്ടാമത്തെ ആളാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ വീണോണ്ടിരിക്കുക. തുടങ്ങാനൊന്നും പോകുന്നില്ല കേട്ടോ. അതിന്റെ കൂടെ പേരോട്ട് എന്തുകൊണ്ടാണ് വീണറിയോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് ഇത് കേട്ട് അത് ഇതുപോലെ ഓൺലൈനൊന്നുമില്ല കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആത്മാക്കളെ കുറിച്ചുള്ള ധാരണ. അപ്പൊ ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളം ആത്മാവ് സംസാരിക്കുമ്പോൾ, ആത്മാക്കളെ ഓർക്കുമ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുകയും. സ്തോത്രം. അപ്പൊ യിരെമ്യാവിനെ പോലെ തലയെ കണ്ണുനീരിന്റെ ജലങ്ങളാവും കണ്ണിന്റെ നീർനിറവയാക്കി മാറ്റുന്നവർക്ക് എങ്ങനെ കരയാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് മരിക്കുമ്പോൾ നമ്മൾ കരയുന്നില്ലേ? ഇല്ലേ? കരയുന്നില്ല. ആ കരച്ചിലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്റെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. ആ ആത്മാവ് നഷ്ടപ്പെടുന്നവരെ ഓർക്കുമ്പോൾ നമ്മൾ കരയണം. ഇന്ന് വേണ്ടിയത്, നമ്മുടെ സമൂഹത്തിൽ വേണ്ടിയത് കരച്ചിലിന്റെ പ്രവാചകന്മാരെയാ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരെയാ വേണ്ടിയത്. അതിനെന്ത് ചെയ്യണം? വിശ്വാസികൾ തയ്യാറാകണം. ഞങ്ങൾക്ക് കണ്ണുനീര് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ കണ്ണുനീര് സ്വർഗസന്നിധിയിലെത്തുമ്പോൾ ആർക്കാണ് രൂപാന്തരം വരേണ്ടത്? അവരെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ദേശത്തും നമ്മുടെ സമൂഹത്തിലും എല്ലാ ഭവനങ്ങളിലും സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. നമ്മളിവിടെ പറഞ്ഞ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം ഇത് നടക്കണം കേട്ടോ. ഞാനന്ന് വണ്ടി ഇട്ടത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഒറ്റ സമയമില്ല. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം, 1 മണിക്ക് കടയിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മാറ്റി ഇടുകൊണ്ടായിരുന്നു. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സുവിശേഷത്തിന് യോഗ്യമാവുണ്ടോ നടക്കണം. ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം അല്ലേ? ഏറ്റവും ചെറിയ ഏറ്റവും നിന്ദ്യമായ വാദങ്ങൾ സ്വീകരിച്ചവരാണ്. കർത്താവ് രാജാവായി പോകുമ്പോൾ അവൻ കുതിരപ്പുറത്ത് പോവാ. ശിഷ്യന്മാരോട് പറഞ്ഞാൽ കുതിരയെ കൊണ്ട്, പക്ഷെ താഴ്മയും വിനയവും ധരിച്ചതുകൊണ്ട് അവന് കഴുതപ്പുറത്ത് കയറി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുഭക്തർ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. 2 സ്വർഗീയ പൗരന്മാർ സ്വർഗീയരെ പോലെ പെരുമാറണം. നമ്മുടെ ശത്രു എന്താണെന്ന് ഞാൻ പറഞ്ഞു. ലോകം, പാപം, പിശാച്. അതിന് 3 ശത്രുക്കളാണ്. ലോകത്തിലുള്ള സകല ആഗ്രഹങ്ങളും അത് പാപത്തെ കാണിക്കാതെ അത് നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാ. 2, ആമേൻ, ഇവിടെ പറയുകയാണ് പാപം. അതേ പാപം ചെയ്യുവാൻ പ്രേരണ നൽകുമ്പോൾ അതിൽ നിന്ന് യോസേഫിനെ പോലെ ഓടി ഒളിക്കുന്നവരായിരിക്കണം നമ്മൾ. ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അമ്മ എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാനത് പറയുക. പാപം ചെയ്യാൻ ഒരു അനുഭവം ലഭിക്കുമ്പോൾ ഓടി ഒളിക്കുന്നവരായിരിക്കണം യോസേഫ്. അവരാണ് വിശുദ്ധന്മാർ. ചിലര് പറയും ഞങ്ങളൊന്നും വലിയ സുവിശേഷമൊന്നുമല്ല, ഞാൻ ഓടി ഒളിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ കാര്യമല്ല. നമുക്ക് പ്രായമുള്ള ആളുകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു പോയതില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ അതുകൊണ്ട് പാവത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. 2, പിശാചെപ്പോഴും പരീക്ഷിപ്പാൻ. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചെങ്കിൽ സാധാരണക്കാരെ നമ്മളെ വിടുമോ? അവൻ പരീക്ഷിക്കാൻ എപ്പോഴും കടന്നു വരും. അപ്പൊ അതിൽ നിന്നുള്ള ജയം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സത്യത്തിന്റെ പാതയിൽ സമൂഹമേ
ലോകത്തിൽ സാക്ഷികൾ സമൂഹമേ ശക്തരാകുവേ ശുദ്ധരാകുവേ ശക്തരാകുവേ ഘോരനായ ശത്രുവോട് പോരാടുവാൻ ഘോരനായ ശത്രുവോട് പോരാടുവാൻ പാപത്തോട് നാം എതിർത്ത് നിൽക്കണം. ജീവത്യാഗത്തോളം അതെ എതിർത്ത് നിൽക്കണം. എന്നാലേ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ നിങ്ങൾ എടുക്കപ്പെടുള്ളൂ എന്നുള്ളത് വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. 2, നമ്മളെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചവരായിരിക്കണം. 3, ഒരാത്മാവാണ് അവൻ വിശ്വാസികളെ നയിക്കുന്നത്. ദൈവം അയച്ചു തന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ആത്മാവ്. ആത്മാവിൽ നമ്മൾ വസിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങള് അതിവാസകമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്തുതിപിതാവേ, ഈ വ്യാഴാഴ്ച ഞങ്ങൾക്ക് കടന്നു വന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ, സംസാരിപ്പാൻ ഒക്കെ നീ കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ എങ്ങനെയായിരിക്കണേ ഭൂമിയിലെന്ന് ഞങ്ങളെ കേൾപ്പിച്ച പരിശുദ്ധാത്മാവ് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. അമ്മയെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച അമ്മയെ തീമോത്തിയോസിനെ പോലെ ഈ നാളുകളിൽ വചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുന്നവരായി തീരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ മാത്രമല്ല ഏകാത്മാവിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. തന്നിരിക്കാൻ സ്വന്തം ദൈവമേ, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ധാരാളം ആളുകൾ കടന്നു പോകും. ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ ചെന്ന് ദൈവവചനം കേൾക്കുക. സ്വർഗവിടെയാണ്. ഒരിക്കൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കും. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഞങ്ങളുടെ മധ്യാകാശം എന്നെയും അവൻ ചേർക്കും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് പറയുവാൻ അവിടുത്തെ ചെവി ഇപ്പോൾ കാലമല്ല എല്ലായ്പ്പോഴും ഞങ്ങളിലേക്ക് ചായ്ക്കുന്നത് കൊണ്ട് ജീവകാലമൊക്കെ എന്നെ വിളിച്ചുപേക്ഷിക്കുന്നു പറയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.